അഗ്രികൾച്ചറൽ ലാൻഡ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അതിന് ക്യാപിറ്റൽ ഗെയിൻ വരുമോ? അഗ്രികൾച്ചറൽ ലാൻഡ് നമ്മൾ അഗ്രികൾച്ചർ പർപ്പസിന് ഉപയോഗിക്കുന്ന ലാൻഡ് ആയിരിക്കണം നമ്മൾ സെയിൽ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡും അർബൻ അഗ്രികൾച്ചറൽ ലാൻഡും ഉണ്ട്. റൂറൽ അഗ്രികൾച്ചർ ലാൻഡിൻ്റെ ക്ലാസിഫിക്കേഷൻ കുറച്ച് നമ്മൾ മുനിസിപ്പൽ ലിമിറ്റിൽ വരുന്ന അഗ്രികൾച്ചർ ലാൻഡൊക്കെയും അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ആയിട്ടാണ് കണക്കാക്കുക. അതേപോലെ തന്നെ സർട്ടൻ ലിമിറ്റ് ഉണ്ട്, മുനിസിപ്പൽ ലിമിറ്റിന് പുറത്തേക്കുള്ള സർട്ടൻ ലിമിറ്റ് വരെ അത് അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ആയിട്ടാണ് കണക്കാക്കുക. അതിന് പുറമെയുള്ള അഗ്രികൾച്ചർ ലാൻഡുകൾ, റൂറൽ ഏരിയയിലുള്ള അഗ്രികൾച്ചറൽ ലാൻഡുകൾ ഇൻകം ടാക്സിൽ ഫുള്ളി എക്സംപ്റ്റ് ആണ്. നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ കാണിക്കുമ്പോൾ അത് എക്സംപ്റ്റ് ഇൻകം ആയിട്ടാണ് കണക്കാക്കുക. അതിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ അഗ്രികൾച്ചർ ഇൻകം ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. അവിടെ അഗ്രികൾച്ചർ ആക്ടിവിറ്റി ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മളുടെ റിട്ടേണിൽ, ലാസ്റ്റ് കൊല്ലങ്ങളുടെ റിട്ടേണിലൊക്കെ അഗ്രികൾച്ചർ ഇൻകം ഡിക്ലെയർ ചെയ്തിട്ടും ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഇൻകം ടാക്സ് എക്സംഷൻ ക്ലെയിം ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റ് ആണെന്നുള്ളത് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും.